പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്ത്, ആ ഊമക്കത്തിൽ നിന്നുമാണ് ഈ കേസ് തെളിയുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു പാവപ്പെട്ട പയ്യനെ ആരോ കൊന്നിരിക്കുന്നത്, കണ്ടവരില്ല കേട്ടവരില്ല, ഒരു തെളിവുമില്ലാത്തൊരു കേസ്. പക്ഷേ ആ ഊമക്കത്തിൽ നിന്നും പോലീസ് ഒന്നേന്നും പറഞ്ഞ് കേസ് അന്വേഷിച്ച് തുടങ്ങിയാണ്. അവസാനം ആ പയ്യനെ കൊന്നിരിക്കുന്നത് ആരാണെന്നല്ലേ, അതൊരു വലിയ സസ്പെൻസാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ദിവസം ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ കേസ് തെളിയിച്ചത് DSP ആയ നമ്മുടെ ചന്ദ്രകുമാർ സാറാണ്. അദ്ദേഹത്തിൻ്റെ മികവാർന്ന ആ ഒരു അന്വേഷണത്തിലൂടെ 2 പ്രതികളെ ഈ കേസിൽ പോലീസ് പിടിച്ചിരിക്കുന്നത്, ഒരു സ്ത്രീയും പുരുഷനും. ഇനി എന്തിനു വേണ്ടിയാണ് ആ കണ്ണെന്ന് പറഞ്ഞ പയ്യനെ കൊന്നത്? ശരിക്കും പറഞ്ഞാൽ പോലീസ് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ശരിക്കും പറഞ്ഞാൽ സാർ, ഇങ്ങനെ കേസ് എങ്ങനെയാണ് പോലീസിലേക്ക് വരുന്നത്? എങ്ങനെയാണ് ഇത്? ഒരു അസ്വാഭാവിക മരണത്തിന് പൊഴിയൂർ പോലീസ് 2015 രജിസ്റ്റർ ചെയ്ത കേസാണ്. ഈ കേസ് സാഹചര്യ തെളിവും ഒന്നുമില്ല, സാക്ഷികളുമില്ല. അങ്ങനെ ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്താണ് ഒരു ഊമക്കത്ത്. അല്ല, എന്താണ് പോലീസ് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച? എന്താണ്? ഒരാൾ മരിച്ചിങ്ങനെ കിടക്കും വീട്ടിനുള്ളിലോ? ഈ മരിച്ച പയ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൻ. ഈ കണ്ണൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ വരാന്തയിലാണ് കണ്ണൻ്റെ ബോഡി കാണുന്നത്. ബോഡി കണ്ടപ്പോൾ തന്നെ ഇവരെടുത്തത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാണ് പോലീസിനോട് കൊടുത്ത മൊഴി. അങ്ങനെ പോലീസ് കേസെടുത്തു, അസ്വാഭാവിക മരണത്തിൽ കേസെടുത്തിട്ട് മറ്റ് തെളിവുകളൊന്നുമില്ല. അങ്ങനെ കേസ് അവസാനിപ്പിക്കാനിരുന്ന സമയത്താണ് ഒരു കത്ത് ലഭിക്കുന്നത്. കൊലപാതകമാണെന്ന് പോലീസ് ബോധ്യമാവുന്നുണ്ടോ? കൊലപാതകമാണെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ഒരു കൊലപാതകമാണെന്ന് പറയുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും അന്നേരം ആദ്യം അന്വേഷിച്ച പൊഴിയൂർ പോലീസിന് ലഭിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ആ കേസ് അവർ അവസാനിപ്പിക്കാറായ സമയത്താണ് ഒരു ലെറ്റർ പാറശാല സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന എനിക്ക് അന്ന് കിട്ടുന്നത്. ഞാൻ ആ ലെറ്ററിൽ എന്ന് വെച്ചാൽ ഇതൊരു കൊലപാതകമാണെന്നും ഇതിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും ഈ കേസ് പോലീസ് തേച്ചുമാച്ച് കളയാൻ പോവുകയാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ഒരു കത്ത് വന്നത്. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ട് ആദ്യമായിട്ട് CD ഫയൽ വിളിപ്പിച്ച് പരിശോധിച്ചു. CD ഫയൽ പരിശോധിച്ചപ്പോഴേക്കും അതിനകത്ത് ചെറിയ കോൺട്രാഡിക്ഷൻസ്, സ്റ്റേറ്റ്മെൻറ്റിൽ ചില കോൺട്രാഡിക്ഷൻസ് കണ്ടു. എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അന്ന് ഇവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രാൻസ്ഫറായി ആലപ്പുഴയോ മറ്റെങ്ങോ പോയാണ്. അങ്ങനെ അവിടെ വീട്ടിൽ പോയിട്ട് അവരെ കണ്ടു, ആ മാഡത്തിനെ കണ്ട് ഇതിൻ്റെ ഈ പോസ്റ്റ്മോർട്ടത്തിനെ വെച്ച് ഒന്ന് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിലൊന്ന് ചോദിച്ചു. അപ്പോഴേക്കും മാഡം പറഞ്ഞത് ഇത് ശരിക്കും ഒരു ഹാങ്ങിങ് വേണമെങ്കിൽ ഹാങ്ങിങ് ആകാം, അല്ലെങ്കിൽ ഹാങ്ങിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള, അതായത് ഒരു ഷോളോ തോർത്തോ തുണിയോ മുണ്ടോ ഒക്കെ കൊണ്ട് തൂക്കിയെടുത്തതോ അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചതോ കഴുത്തിൽ മുറുക്കിയതോ പോലുള്ള ഇതാകാം എന്ന രീതിയിൽ ഒരു ഫൈനൽ ഒപ്പീനിയൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഇൻക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കും ചെറിയൊരു ലിഗേച്ചർ മാർക്ക് ഉണ്ട്. ആ ലിഗേച്ചർ മാർക്ക് ഇൻക്വസ്റ്റിൽ അവർ കാണുന്നുമുണ്ട്. പക്ഷേ എന്നാലും ഇവർ ഈ വീട്ടുടമസ്ഥയായ സ്ത്രീ പോലീസിന് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് അവർ അബോധാവസ്ഥയിൽ വീട്ടിൻ്റെ അവിടെ കിടക്കുകയായിരുന്നെന്നും ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്കും മരിച്ചു എന്നാണ് ഡോക്ടർ പറഞ്ഞു. അന്ന് പിന്നെ സ്ത്രീ ആയതുകൊണ്ടും പിന്നെ കൂടുതൽ പോലീസിൻ്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ വളരെ ആഴത്തിൽ പോയില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ ഡോക്ടറിൽ നിന്ന് കിട്ടിയ വിവരം വച്ചിട്ട് ഈ സ്ത്രീയെയും സ്ത്രീയുടെ കൂട്ടാളിയായ യുവാവിനെയും മറ്റ് 2 സ്ഥലങ്ങളിൽ മാറ്റിയിരുത്തി ചോദ്യം ചെയ്ത് അവസാനം ബ്രേക്ക്. ചോദ്യം ചെയ്യാൻ സാഹചര്യം വെച്ചാൽ ഈ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് അപ്ലൈഡ് എറൗണ്ട് ദി നെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ബലപ്രയോഗം എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താണ് ഇത് ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേണം, ഇറ്റ് മേ ബി ഹാങ്ങിങ്, വേണമെങ്കിൽ ഹാങ്ങിങ്ങും ആകാം. പക്ഷേ ഇവർ ഹാങ്ങിങ് എന്ന് പറഞ്ഞിട്ടുമില്ല. ഇവരെ മൊഴിയിലൊന്നും ഹാങ്ങിങ് പറഞ്ഞില്ല. ഇവർ പറഞ്ഞ സ്പേസ് എന്ന് പറയുന്നത് ഇവൻ വാടകയ്ക്ക് താമസിച്ച വീടാണ്. പിന്നെ മറ്റ് അന്നത്തെ CD കോൾ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അന്ന് കണ്ട ആൾക്കാരെയും മറ്റുള്ളവരെല്ലാം വിശദമായി ചോദ്യം ചെയ്തപ്പോഴേക്കും ബോഡി കിടന്നത് ഇവരുടെ ബെഡ്റൂമിലാണെന്ന് ഒരു വിവരം പോലീസിന് കിട്ടുന്നു. അപ്പോൾ അവിടെ തന്നെ അത് ബ്രേക്ക് ആവുന്നു. ഇവർ പറഞ്ഞ പോലീസിനോട് കൊടുത്ത മൊഴിയും എല്ലാം എന്ന് പറയുന്നത് ഇവരുടെ ഔട്ട് ഹൗസിൽ കിടന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ബോഡി കിടന്നത് ബെഡ്റൂമിലാണെന്നും അവിടുന്ന് 2 ചെറുപ്പക്കാരും ഒരു ഡ്രൈവറും കൂടി ചേർന്ന് ഈ ബോഡി എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നും എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അന്നേരം നോക്കിയ ഒരു ചെറുപ്പക്കാരനായ ഡോക്ടറുണ്ട്, വളരെ മിടുക്കനാണ്. പുള്ളിയോട് സംസാരിച്ച പുള്ളി ഇതെല്ലാം റിക്കളക്ട് ചെയ്ത് പറഞ്ഞു. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സാധാരണ ഒരാൾ വരുമ്പോഴേക്കും ഒരു ബോഡി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ മരിച്ചു എന്ന് പറയുമ്പോഴേക്കും കൊണ്ടുവരുന്ന അവർക്കൊരു എക്സ്പ്രഷൻ ഒരു ദുഃഖപരമായ ഒരു രീതിയായിരിക്കും അവരെ എക്സ്പ്രഷൻ. പക്ഷേ ഇവർക്ക് യാതൊരു മുഖത്തൊരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു. സ്ത്രീക്ക് യാതൊരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും മുഖത്ത് വലിയ ഭാവമാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു.
പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ബോഡിയുടെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ബോഡി തണുക്കുമ്പോൾ ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം സ്ട്രെയിനിങ് എന്ന് പറയും. അതായത് ഈ ബോഡി ഇങ്ങനെ ടൈം കഴിയും തോറും തണുത്ത് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ ഉണ്ട് ബോഡിയിൽ വരും. അങ്ങനെ ആ ഒരു അവസ്ഥയിലായി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു 5 ഇവർ രാത്രി 10:10നും 10:30യ്ക്കും ഇടയ്ക്കാണ് പാറശാല ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. 5 മണിക്കൂർ മുമ്പ് മിക്കവാറും ഇത് മരണം സംഭവിച്ചിരിക്കാം ഈ ബോഡിയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളും നോക്കുമ്പോൾ എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതും നമുക്കൊരു നിർണായകമായി. ഈ 2 കാര്യങ്ങളും വെച്ചിട്ട് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേക്കും ഇവരിൽ നിന്ന് ഈ സാധനങ്ങൾ ഇത് ബ്രേക്കായി. ഇവരുടെ നേരിട്ട് തന്നെ സ്ത്രീയിലേക്ക് ചെല്ലുകയാണ്. നേരിട്ട് കാരണം ഈ ഇതിന് മുമ്പ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ഇവർ പറഞ്ഞല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു കാർ ഡ്രൈവർ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിച്ച 2 യുവാക്കൾ, ഇവരെയൊക്കെ ചോദ്യം ചെയ്തപ്പോഴേക്കും അവർ പറഞ്ഞു ഇവരെ ബെഡ്റൂമിലാണ് കിടന്നതെന്നും ബോഡി അവിടെയാണ് അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇവർ ആദ്യം പോലീസിന് കൊടുത്ത മൊഴിയും പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷനും എല്ലാം ഇവർ വാടകയ്ക്ക് കൊടുത്ത ഇവരെ ഔട്ട് ഹൗസാണ്. അവിടെയാണ് ഇവൻ ഫാമിലി ആയിട്ട് കണ്ണനും അമ്മയും അച്ഛനും ഒക്കെ താമസിച്ചത്. അച്ഛൻ മരണപ്പെട്ടു പോയി, അമ്മ തമിഴ്നാട് പോയി, 2 സഹോദരിമാരുണ്ട്, ഇവരെല്ലാം തമിഴ്നാട് കല്യാണം കഴിച്ചയച്ചു. അപ്പോൾ അങ്ങനെ അവിടെ എന്നാണ് പോലീസിനോട് അവർ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കോൺട്രാഡിക്ഷൻ നമുക്ക് ഉണ്ടായി. ഇനി ആ സ്ത്രീ ആരാണെന്ന് പറയാം. ആ സ്ത്രീ എന്ന് പറയുന്നത് ഇന്ദിര എന്നാണ് അവരുടെ പേര്. അവർ ഈ പയ്യനും അമ്മയും അച്ഛനും കൂടി ഇവർ തമിഴ്നാട് സ്വദേശികളാണ്. അവർ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചതാണ്. ഇപ്പോഴും അവിടെ തന്നെ, മരിക്കുമ്പോഴും അവിടെ തന്നെ താമസിക്കുന്നു. അപ്പോൾ അമ്മയും അച്ഛൻ മരണപ്പെട്ടു പോയി, അമ്മയും സഹോദരങ്ങളും ഇവിടെ നിന്ന് മാറി തമിഴ്നാട്ടിലേക്ക് പോയി. അപ്പോൾ ഈ യുവാവായ കണ്ണനെ ഇവരാണ് പണ്ട് ഇവരുടെ ഹസ്ബൻഡ് വിദേശത്താണ്, അദ്ദേഹത്തിനോട് പറഞ്ഞ് വിദേശത്ത് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് അവരൊരു മോനെ പോലെയാണ് ആദ്യം ഇവരെ കണ്ടിരുന്നത്. ഉണ്ട്, അവർക്ക് 40-45 വയസ്സോളം ഉണ്ട്. ഇവന് മരിക്കുമ്പോൾ 26 വയസ്സാണ്. അതെ, വ്യത്യാസമുണ്ട്. അപ്പം 20 വയസ്സിലെ 20-19 വയസ്സിലെ ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവർ തന്നെയാണ് ഭർത്താവിനോട് പറഞ്ഞ് അവനെ ആ മരണപ്പെട്ട പയ്യനെ വിദേശത്ത് കൊണ്ടുപോകുന്നതും ഈ പൈസ അയക്കുന്നതെല്ലാം ഇവരുടെ പേരിൽ അയക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. മുത്തൂറ്റ് വഴിയും വെസ്റ്റേൺ യൂണിയൻ അമ്മ മകൻ ബന്ധമായിരുന്നു. അതെ, പുറകിലുള്ള ഒരു കോട്ടേജ് വാടകയ്ക്ക് കൊടുത്തേക്കാണ് സ്ത്രീ, വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ഗ്രാജുവലായിട്ട് ഇവർ ഈ ഒരു ബന്ധത്തിൽ ചെറിയ മാറ്റം വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്, നാട്ടുകാരും പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ വിദേശത്ത് പോയിട്ട് ഇവന് ചെറിയ സോറിയാസിൻ്റെ അസുഖമൊക്കെ പിടിച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവരെ കുറിച്ച് അകൽച്ചയായി, നാട്ടിലേക്ക് തിരിച്ച്. അതെ, ആ സമയത്ത് ഇവർ വേറെ അടുത്ത സമീപ പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ, പ്രവീൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പുള്ളിയുമായിട്ട് ചെറിയൊരു ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തി. അയാൾ ഇവിടെ പണിക്കൊക്കെ വന്ന് പണിക്കും കാര്യങ്ങളും പ്ലംബിങ്ങും മറ്റു പണിക്കൊക്കെ വന്ന ആളെന്നാണ് അറിയുന്നത്. അങ്ങനെ ആ റിലേഷൻഷിപ്പ് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇവൻ നാട്ടിൽ വന്നപ്പോൾ ഇത് കണ്ടു. അങ്ങനെ ഇവർ തമ്മിലൊരു പിടിവലി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ കണ്ണനെ പൂർണ്ണമായിട്ടും ഈ സ്ത്രീ ഒഴിവാക്കി. അങ്ങനെ അത് ഇവൻ കണ്ടിട്ട് വന്നിട്ട് സാഹചര്യം കണ്ടിട്ട് വന്നിട്ട് അങ്ങനെ കണ്ടു. അതെ, അങ്ങനെ ഒരു ആ കാഴ്ചയിൽ വന്നിട്ട് അങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരു ഇതാവുന്നത്. ആ ഇത് വന്നിട്ട് ഇവർ ഈ കൊല്ലപ്പെട്ട കണ്ണനും ഈ പ്രവീണും ഇന്ദിരയും തമ്മിൽ അവിടെ ആ ബെഡ്റൂമിൽ വെച്ച് തർക്കവും മറ്റു പിടിവലിയാവുന്നു. പിടിവലിയാവുന്നതിൻ്റെ കുറച്ച് ഇതെന്ന് പറയുമ്പോൾ ഇയാളുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ തന്നെ കയ്യിലൊക്കെ അല്ല, ഇത് ഇവനെ ഒഴിവാക്കണം എന്നുള്ളതാണല്ലോ, ഒഴിവാക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അങ്ങനെ ഇത് കഴുത്തിൽ മുറുക്കി കൊന്നിട്ട് ഇവർ അവിടെ ഇട്ട് 5 മണിക്കൂറോളം ഏകദേശം കാത്ത് രാത്രിയായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രണ്ടുപേരെ ഷോളിട്ട് പിടിച്ചിട്ടാണ് കൊല്ലുന്നത്. അങ്ങനെയാണ് നമുക്ക് അവരുടെ കൺഫെഷനും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള തെളിവും പിന്നെ അതിൻ്റെ ആ ഷോളൊക്കെ പിന്നെ നമ്മുടെ അന്വേഷണമായിട്ട് എടുത്തതിന് ശേഷം ആ ഷോൾ റിക്കവർ ചെയ്തു, അത് ഫോറൻസിക് അയച്ചു. പിന്നെ ശാസ്ത്രീയമായ എവിഡൻസ് ഈ കേസിൽ
കിട്ടിയിട്ടുണ്ട്. ബെഡ്റൂമിൽ കൊന്നിട്ടേക്കൊണ്ട് രണ്ടുപേരുടെ. പിന്നെ ഇവർ എങ്ങനെയാണ് ഇവിടെ വെളിയിലോട്ട് കൊണ്ടുവരുന്നത്? എങ്ങനെയായിരുന്നു? ഇത് ഇല്ല, ബെഡ്റൂമിൽ വേറെ മുറിവോ ചതവോ ഒന്നും ബോഡിയിൽ പ്രഥമ ദൃഷ്ടിയെ കാണാൻ ഇല്ല. അപ്പോൾ ഇവർ പോലീസിനോട് കൊടുത്ത മൊഴിയെന്ന് വെച്ചാൽ അവനിങ്ങനെ അബോധാവസ്ഥയിൽ കിടന്നു, മദ്യപിച്ച് കിടക്കുകയാണെന്ന് വിചാരിച്ചു. രാത്രി ആയപ്പോഴേക്കും വിളിച്ചിട്ട് എണീക്കാത്തതുകൊണ്ട് ഒരു റോഡേ വന്ന ഒരു വാഹനം കൈ കാണിച്ച് നിർത്തി അതിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് മൊഴി. പിന്നെ നമ്മൾ അന്വേഷിച്ച് വന്നപ്പോഴേക്കും അങ്ങനെയല്ല. ഈ പ്രവീൺ എന്ന് പറഞ്ഞ ആൾ ടാക്സിക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് 2 കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് അവർ എടുത്ത് കയറ്റി കോടതി ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് പിന്നെ നമുക്ക് തെളിവിൽ വന്നത്. ആദ്യം പോലീസിനോട് കൊടുത്ത മൊഴി ഇതല്ല. രണ്ടാമത്തെ മൊഴിയുമായിട്ട് വന്നപ്പോഴേക്കും മറ്റു ഈ ടാക്സി ഡ്രൈവറെയും മറ്റ് ഈ സഹായികളെയും കൂടി ചോദ്യം ചെയ്ത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ചോദ്യം ചെയ്തു വന്നപ്പോഴാണ് ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, നമുക്ക് ആദ്യം അന്വേഷണം ഇന്ദിരയിലേക്ക് ചെന്നു. ഈ പ്രവീണിലേക്ക് ചെല്ലാനുള്ള ഇവരുടെ ഭയം തന്നെ കിട്ടിയ മൊഴിയാണോ? അവർ പറഞ്ഞു ഇങ്ങനെ അന്നേരം പ്രവീൺ ഉണ്ടായിരുന്നു. ടവർ ലൊക്കേഷനും മറ്റ് CDR അനലൈസ് ചെയ്തപ്പോൾ പ്രവീണിൻ്റെ ലൊക്കേഷനും അവിടെ ആ ടൈം 5 മണി ടൈമിൽ ഒരേ ടവറിൻ്റെ കീഴിൽ ഇവർ 3 പേരുടെയും ഫോണുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കണ്ണൻ ഉപയോഗിക്കുന്ന ഫോണ് ഇന്ദിരയുടെ മകളുടെ പേരിലുള്ള ഫോണിലാണ് ഉപയോഗിക്കുന്നത്. ഇന്ദിരയുടെ ഭർത്താവിൻ്റെ പേരിലെ സിമ്മാണ് പ്രവീൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൂടി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. പിന്നെ ഇവിടെ നിന്ന് ഒരേ സമയം ഈ 3 പേരുടെ ലൊക്കേഷനും അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോഴേക്കും നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റി. മാത്രമല്ല ഈ ടാക്സി ഡ്രൈവറും സഹായികളും ഈ കൊണ്ടുപോകാൻ സഹായിച്ചവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിച്ചവരെയും കൂടി ചോദ്യം ചെയ്തപ്പോഴേക്കും പ്രവീണിൻ്റെ സാന്നിധ്യം കൂടി അവർ പറഞ്ഞു. പ്രവീൺ വിളിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. നേരത്തെ ഇന്നലെ അത് നമ്മൾ ഹൈഡ് ചെയ്തു. അപ്പോൾ അതും കൂടി ആയപ്പോഴേക്കും നമുക്ക് ഈ ആളും കൂടി ഉണ്ടല്ലോ എന്ന രീതിയിൽ ചോദ്യം ചെയ്ത് വന്നപ്പോഴേക്കും അത് സമ്മതിച്ചു. അയാളെ പ്രത്യേകിച്ച് ചോദിച്ചപ്പോൾ അയാളും ഈ കാര്യങ്ങൾ സമ്മതിച്ചു. അങ്ങനെ കോടതിയിൽ കേസ് നമ്മൾ ചാർജ് ഷീറ്റ് നൽകി. അവിടെ വന്നിട്ടും ഐ വിറ്റ്നസ് എന്ന് പറയുന്നൊരു ഇല്ല. എന്നിട്ട് നമ്മൾ പോലീസിനോട് കണ്ടെന്ന് പറഞ്ഞ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കടയിലുള്ള ഒരാൾ, അതുപോലെ മറ്റു ചില ആൾക്കാരെല്ലാം കണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ മെമ്പർ, ഇങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം പറഞ്ഞിട്ട് അവർ അവസാനം ചിലർ ഹോസ്റ്റേലായി. ചിലർ കോടതിയിൽ മൊഴി കൊടുക്കാൻ വന്നില്ല, ചിലർ ഹോസ്റ്റേലായി. പിന്നെ എങ്കിലും സാഹചര്യ തെളിവുകളും ഈ ശാസ്ത്രീയമായ ഈ മൊബൈൽ ഡീറ്റെയിൽസും മറ്റു രേഖകളും പിന്നെ നമ്മുടെ ഈ ഫോറൻസിക് റിപ്പോർട്ടും ഈ ഡോക്ടറുടെ മൊഴിയും ഇതെല്ലാം പിന്നെ നമ്മുടെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രൊഫഷണലിസവും എല്ലാം കോടതിക്ക് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ഇതിന് ഈ പ്രതികൾക്ക് കുറ്റം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുള്ള കുറ്റം ചുമത്തുന്നതിനുള്ള സാഹചര്യ തെളിവുകളുമായിട്ട് കോടതി വിലയിരുത്തി ഇത് ജീവപര്യന്തം കോടതി ശിക്ഷ ഇന്നരയ്ക്കും പ്രവീണിനും ജീവപര്യന്ത ശിക്ഷയും 11 ലക്ഷം രൂപ വീതം ഓരോരുത്തർക്കും ഫൈനും കോടതി കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ പ്രവീൺ എന്ന് പറയുന്നത് പ്ലംബറായിട്ട് വന്നവനും പ്രായക്കുറവല്ലേ? അയാൾ ഒരു 25-26 വയസ്സിനകത്ത്. വയസ്സുകൾ തമ്മിലുള്ള ഭയങ്കര അന്തരമില്ല. ആ സ്ത്രീക്കാണെങ്കിൽ മധ്യവയസ്ക. ഈ ആളെ എങ്ങനെ ഒഴിവാക്കണം? ഇയാൾ ഗൾഫിൽ പോകുന്നുമില്ല. ഇവിടെ ഗൾഫിൽ സാറിന് വന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകുന്നതാണ്. ഇയാൾ സ്ഥിരമായിട്ട് ഗൾഫിൽ പോകാതെ അസുഖം പിടിച്ചവരെ പോകാതെ ഇവിടെയാണ്. വീട്ടിൽ നിന്ന് ഇവർ മാറി പോകുന്നുമില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഇവർക്ക് ഈ ബന്ധം തുടരണമെങ്കിൽ ഇയാളെ ഒഴിവാക്കണം. അപ്പോൾ അതിനു വേണ്ടി അതായിരിക്കണം ലക്ഷ്യം എന്നതാണ് നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് വെളിവായത്. കോടതിയും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കോടതിയുടെ മുമ്പ് എവിഡൻസ് തെളിവുകളായിട്ടും സാക്ഷിമൊഴികളായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്ത് കോടതി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു ശിക്ഷ കിട്ടിയത്, ജീവപര്യന്തം ശിക്ഷിച്ചെന്നാണ് ഇന്നലേക്ക്. ഒരു ഭർത്താവുണ്ട്, മക്കളെല്ലാം കാണത്തില്ലേ? ഒരു മകളെ ഉള്ളൂ. മകള് ഇവിടെ, ഭർത്താവ് വിദേശത്താണ്, മകള് തമിഴ്നാടാണ്. മകളെ കല്യാണം കഴിച്ച് വെച്ചിരിക്കുന്നത് തമിഴ്നാട്. ഇവർ മാത്രമേ ഉള്ളൂ. പിന്നെ മാത്രമല്ല അത്യാവശ്യം സാമ്പത്തികമായ നല്ല ഭദ്രതയുള്ള കുടുംബമാണ്. അപ്പോൾ അത് അയച്ചു കൊടുക്കുന്നുണ്ടാവും, ക്യാഷൊക്കെ വരുന്നുണ്ട്. അല്ലാതെ തന്നെ സാമ്പത്തിക ബേസുള്ള കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആകണം ഇവരെ പേടിച്ചിട്ടു. കാരണം പോലീസിനോട് പറഞ്ഞ പലരും കോടതി പറയാൻ പറ്റുന്നില്ല. അവരെല്ലാം ആബ്സെൻ്റ് ആവുകയും ഹോസ്റ്റലാവുകയൊക്കെ ചെയ്യുന്ന കേസുണ്ടായിരുന്നു. ഊമക്കത്ത് പോലീസിന് കിട്ടിയില്ലെന്നിരിക്കട്ടെ, എങ്കിൽ തന്നെ സുഖമായിട്ട് ആ സ്ത്രീ ഒന്ന് ചോദ്യം ചെയ്യാറുണ്ട്. അല്ല, ഇതിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഈ ഇന്നിപ്പോൾ അത് മാറിയിട്ടുണ്ട്. അന്ന് 174 CRPC പ്രകാരമുള്ള കേസ് എന്ന് പറയുമ്പോൾ അത് സബ് ഇൻസ്പെക്ടർ ലെവലിലാണ് അന്വേഷിച്ച് വരുന്നത്. അതിന് എന്തെങ്കിലും ഒരു സംശയമോ അല്ലെങ്കിൽ പരാതിയോ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഗ്രേവകരമായിട്ട് നമ്മുടെ CA മുതൽ മുന്നോട്ടുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത്. അന്നൊക്കെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ചാർജ് SHO എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടറാണ്. ഇന്ന് എല്ലാ സ്റ്റേഷനിലും ഇൻസ്പെക്ടറാണെങ്കിലും അന്ന് സബ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ അന്ന് CA എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് ഓഫീസറാണ്.
അപ്പോൾ സി എക്ക് ഈ രണ്ടോ മൂന്നോ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും. ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുന്ന ഗ്രേവ് ക്രൈമെല്ലാം സി എക്ക് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ജോലിഭാരവും മറ്റും കൊണ്ട് ഈ സാധാരണ മറ്റ് സംശയങ്ങളില്ലാത്ത സൂയിസൈഡ് പോലുള്ള കേസുകളൊക്കെ പോലീസ് സ്റ്റേഷൻ തന്നെ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ അവരുടെ നിലയ്ക്ക് അന്ന് നോക്കിയിട്ട് പിന്നെ ഇലക്ഷനൊക്കെ ഒത്തിരി തിരക്ക് കൂടും. അപ്പോൾ ആ ലെവലിൽ അവർ അത് വേറെ സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ അവസാനിപ്പിക്കാൻ പിന്നെ അത് മാത്രമല്ല ഇത് ബ്രേക്ക് ചെയ്യുന്നവർ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുമല്ലോ. അത് കാരണം ഇവർ വളരെ ഇതിനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ഇപ്പോൾ 2 മഹസറാണ്. ആദ്യം പോലീസിൽ കാണിച്ചു കൊടുത്ത സ്ഥലവും അതിൻ്റെ മഹസറും അവർ തന്നെ ഒരു തോർത്ത് കിടന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു തോർത്തൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടാമത് യഥാർത്ഥ ഷോള് രണ്ടാമത് അവരുടെ ഷെൽഫിൽ നിന്ന് കണ്ടെടുത്തു. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. പിന്നെ അതുപോലെ അവരുടെ ഇവർ പറഞ്ഞ വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതായിരിക്കണം മിക്കവാറും ഇതിലേക്ക് കൺവിക്ഷനിലേക്ക് എത്തിയത്. ഇയാൾ മദ്യപിച്ചു കിടന്നു എന്നുള്ളതാണ് ഇവരുടെ മൊഴി. മരിച്ച കണ്ണ് മദ്യപിച്ചു കിടക്കുമായിരുന്നു എന്നാണ് ഈ പറഞ്ഞ ലേഡിയുടെ ഈ ഇന്ദിരയുടെയും ഒക്കെ മറ്റു സാക്ഷികളുടെയൊക്കെ മൊഴിയായിരുന്നു. എന്നാൽ ശാസ്ത്രീയ ആവശ്യം വന്നപ്പോഴേക്കും സ്റ്റൊമക്ക് എംറ്റി ആയിരുന്നു, മദ്യപിച്ചിട്ടുണ്ട് ഇതില്ല. അത് വന്നത് അത് റിസൾട്ട് കിട്ടിയത് പിന്നീടാണ്. നമ്മുടെ ചാർജ് കൊടുക്കുന്ന സമയത്ത് ഞാൻ അന്വേഷിച്ച് റെഡിയായ സമയത്താണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അത് വിരുദ്ധമായ കാര്യം. ആ കോൺട്രാഡിക്ഷൻസ് ആണ് പോലീസിൽ ഈ കേസിലെ തെളിവിലേക്ക് എത്തിയത്. അത് പ്രതികളെ സംബന്ധിച്ച് അവർ അതങ്ങനെ ഒന്ന് പറഞ്ഞ് മറ്റൊന്ന് പറഞ്ഞ് എങ്ങനെ പോലീസിനെ ഡൈവേർട്ട് ചെയ്ത് ഈ യഥാർത്ഥ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി പോകാൻ വേണ്ടി അവർ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. എല്ലാ ഒരു ഓഫൻസിനും എല്ലാ ക്രൈമിനും ഒരു അദൃശ്യമായ ഒരു ശക്തി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു തെളിവ് അവിടെ അവശേഷിക്കും. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയതും. പിന്നെ ഈ മറ്റൊരു കാര്യം ഇതുവരെയുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു ആത്മാവെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് മിക്കവാറും അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് എന്തെങ്കിലും തെളിവുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ടോ ഒക്കെ നമുക്ക് തോന്നലുകളായിട്ടോ ഒക്കെ നമുക്ക് വരും. ഒരു മൂന്നാല് ഇതും ഒന്നുമില്ല, ഒരു 3-4 കേസുകളിൽ ഞാനൊരു ചാർജ് കൊടുത്തിട്ട് 5 കേസ് ശിക്ഷിച്ചിട്ടുണ്ട്. 1-2 കേസ് വിട്ടു പോയിട്ടുണ്ട്. 5 എണ്ണം പിന്നെ 5 മർഡർ കേസ് ജീവൻ ശിക്ഷിച്ചിട്ടുണ്ട്. ഈ കേസുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ണിപ്പെടാത്ത ഒരു കാര്യം നമ്മുടെ ആ സീനിൽ നിന്ന് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം നമ്മൾ സീൻ എത്തിയാൽ പോലും നമുക്കൊരു ഓബ്ജക്റ്റ് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് ചിലപ്പോൾ ഇതിലേക്ക് ലിങ്ക് ചെയ്യും. ഇതിൻ്റെ ഈ ഷോള് അതിനെ ഒരു ഇതാണ്. ഈ ഷോള് അന്ന് കത്തിച്ച് കളഞ്ഞു എങ്ങനെയും നശിപ്പിച്ച് നമുക്ക് കിട്ടൂല. ഈ ഷോൾ അവിടെ അവിടെ നിന്ന് നമുക്ക് കിട്ടി. അവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഇത് ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. പോലീസ് ആൾറെഡി ഒരു തോർത്തെടുത്ത് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ നമുക്കൊരു തെളിവ്. പിന്നെ നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ഇതിൻ്റെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് അടുത്തടുത്ത് പോകാൻ വേണ്ടിയുള്ള ഒരു തുമ്പുകൾ നമുക്ക് ഇങ്ങനെ ഒരു എവിഡൻസ് പോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നത് ആത്മാവിൻ്റെ ഒക്കെ ഒരു പ്രവർത്തനമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ചന്ദ്രബാബു സാറിന് എനിക്ക് വ്യക്തിപരമായിട്ടായിരിക്കും. കാര്യം സാറിനൊരു ചെറിയൊരു തുമ്പ് കിട്ടിയാൽ മതി, അത് പിടിച്ച് കയറാനുള്ളൊരു തൻ്റെയോടും കഴിവുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. ഇന്ദിരയുടെയും പ്രവീണിൻ്റെയും ജീവിതം കട്ട പുകയായിട്ട് അവശേഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കേസിൻ്റെ കഥയുമായി വീണ്ടും ഞാനെത്തും. അതുവരെക്കും എല്ലാ പ്രേക്ഷകർക്കും